ദിസ് ഈസ് മൈ മിറാക്കിൾ സൺ, നൗ ഹി ഈസ് 5 years old. ദൈവത്തിന് വളരെ നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വളരെ നന്ദി. കുഞ്ഞില്ലാതിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ദൈവം എത്രയും കഷ്ടത്തിൽ നമ്മൾ അയച്ചാലും അത്രയും വലിയ സുഖം, അത്രയും വലിയ മിറാക്കിൾ നമ്മുടെ ജീവിതത്തിൽ തന്നു. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പേർക്ക് വേണ്ടി സാക്ഷി പറയാൻ നമ്മളെ യോഗ്യരായിട്ട് മാറ്റും. പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് നമ്മോടൊപ്പം പങ്കുവയ്ക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഡി ജബാസ്റ്റീൻ അവറുകളാണ്. ദൈവദാസനെ നിങ്ങളുടെ മുൻപാകെ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പാസ്റ്റർ ഡി ജബാസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കേണ്ടതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ പേര് പാസ്റ്റർ ഡി ജബാസ്റ്റിൻ എന്നാണ്. ഞാൻ റായ്പൂരിൽ നിന്നാണ് ഇപ്പോ ലൈവായിട്ട് അരോമ ടിവിയോട് കണക്ട് ആയിട്ടുള്ളത്. റായ്പൂർ, ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ് ഈസ് എ സെൻട്രൽ പാർട്ട് ഓഫ് ഇന്ത്യ. ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ്, നിങ്ങളൊക്കെ അറിയാം. എനിക്ക് ഒരു ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ചർച്ചിന്റെ മേഖലയിൽ നോക്കുന്നുണ്ട്, മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഈ അരോമ ടിവിയിൽ എന്നെ ക്ഷണിച്ചതിന് ഞാൻ ഒത്തിരി സ്നേഹവന്ദനങ്ങളെ അർപ്പിക്കുന്നുണ്ട്. താങ്ക് യു. കർത്താവ് ദാസിനെ പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ബാല്യകാലം മുറിഞ്ഞിട്ടുള്ള നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. ഈ നല്ല സമയത്തിനായി ദൈവത്തിനെ ഞാൻ സ്തുതിക്കുന്നു. ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സാക്ഷികളോടാണല്ലോ ദൈവം മറ്റവരെ ഉയർപ്പിക്കുന്നത്. അപ്പോ ഈ സാക്ഷികളും, നോർത്ത് ഇന്ത്യയിലിരുന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ സാക്ഷികളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എൻകറേജ്മെന്റിന്റെ കാര്യമായിട്ടും വിശ്വാസത്തെ ഒന്നുകൂടെ ഉയർപ്പിക്കുന്നതായിട്ടും തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥനയോട് കൂടെ ഈ അരോമ ടിവിയിൽ എൻ്റെ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ ക്ഷണിച്ച പാസ്റ്റർ ഡാനിയലിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നുണ്ട്. പാസ്റ്റേഴ്സിന്റെ സാക്ഷ്യങ്ങളെ ഒത്തിരി പേർ കേൾക്കാൻ ആഗ്രഹിക്കത്തില്ല. പാസ്റ്റേഴ്സിനെ കുറിച്ച് ആരും ആഗ്രഹിക്കാൻ താല്പര്യപ്പെടത്തില്ല എന്ന് പറഞ്ഞാൽ എത്ര കേൾക്കണമെന്ന് ഓർക്കും. എന്നാൽ മിഷണറികളുടെ സാക്ഷികളെ അരോമ ടിവി ഇങ്ങനെ കൊണ്ടുവരുന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ മലയാളം പ്യൂർ മലയാളം അല്ല, മിക്സ്ഡ് മലയാളം. ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് ഓഫ് ഇൻ കന്യാകുമാരി, നാഗർകോയിൽ, മാരീഡ് വിത്ത് എ മലയാളി വൈഫ്. സോ മലയാളം അങ്ങനെയാണ് ഞാൻ പ്രാക്ടീസിൽ വരുന്നുണ്ട്. ഇവിടെ ഞാൻ എല്ലാ മലയാളി പാസ്റ്റേഴ്സോടുമാണ് സഹകരിക്കുന്നത്. അതുകൊണ്ട് മലയാളി പാസ്റ്റേഴ്സുകളോട് ചേർന്ന് മലയാളത്തിൽ കുറച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഹിന്ദി സ്ഥലത്തിലാണ് മിനിസ്ട്രി ചെയ്യുന്നത് കൊണ്ട് ഹിന്ദിയിലാണ് ഫ്ലുവൻസ് ആയിട്ട് ഞാൻ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്ലീസ് നിങ്ങൾ എന്നെ ചോദിക്കുന്നതുകൊണ്ട് ആദ്യം കൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് സാക്ഷ്യത്തിലോട്ട് പോകാം. ലെറ്റ്സ് പ്രേ. നമ്മൾ പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന, സ്നേഹവാനായിരിക്കുന്ന, സർവ സാമർത്ഥ്യ എല്ലാ കാര്യങ്ങളിലും ഉയർന്നു നിൽക്കുന്ന എൻ്റെ സ്നേഹവാനായിരിക്കുന്ന ദൈവത്തിന് ഞാൻ സ്തുതി വന്ദനങ്ങളെ അർപ്പണിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഒന്നുമല്ല, എല്ലാം നീയാണല്ലോ, നിന്റെ കൃപയാണല്ലോ. ഇത്രത്തോളം നീ നടത്തിയത് നിന്റെ കൃപയാണല്ലോ. ആ കൃപയെ ഓർത്ത്, ആ അനുഗ്രഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഇന്നും ഈ അരോമ ടിവിയിൽ സാക്ഷ്യം പറയാൻ എനിക്ക് കിട്ടിയ ഈ നല്ല അവസരത്തിനായി
ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറയുന്ന ഓരോ വാർത്തകളും ഒവ്വൊരു വചനങ്ങളും കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ ഇനിയ നാമത്തിൽ ചോദിക്കുന്നു, നല്ല പിതാവേ, ആമേൻ, ആമേൻ. അപ്പോ എന്റെ സാക്ഷ്യം ഞാൻ തുടങ്ങട്ടെ. എല്ലാവരുടെ സാക്ഷ്യത്തിലും 3 വിഷയങ്ങൾ കാണും. പഴയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ദൈവത്തെ മുട്ടാൻ മുൻപുള്ള ഒരു കാര്യം, പിന്നെ ദൈവത്തിനെ കർത്താവിനെ കണ്ടുമുട്ടിയ സമയത്തിലുള്ള കാര്യം, പിന്നെ അതിനുശേഷം അങ്ങനെ എന്റെ സാക്ഷ്യത്തിൽ ഞാൻ 3 വിഷയം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. I have born and brought up in a Christian family. ഞാൻ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അപ്പോ ചെറിയ പ്രായം തൊട്ടേ സൺഡേ ക്ലാസ് ഒക്കെ ഞാൻ പോകുമായിരുന്നു. അപ്പൊ വചനങ്ങളൊക്കെ നല്ലതുപോലെ അറിയായിരുന്നു. വചനം അറിയാം, ദൈവത്തിനെ കുറിച്ച് അറിയാം. എന്നാൽ യൗവനക്കാരനായി അങ്ങ് വരുമ്പോ ഒരു പിശാസിന്റെ തന്ത്രം എന്ന് പറയാം, ഞാൻ എൻ്റെ ഫ്രണ്ട്സോട് ചേർന്നിട്ട് അവരോട് ഒരു കലപ്പുള്ള ജീവിതം, ഒരു മിക്സഡ് ആയിട്ടുള്ള ജീവിതം ജീവിക്കാൻ തുടങ്ങി. അപ്പൊ എൻ്റെ ജീവിതത്തില് ഇങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള ജീവിതം ആയതുകൊണ്ട് ഞാൻ എന്ത് പറയാൻ, ദൈവത്തെ മറന്നു, സൺഡേ ക്ലാസ് ടീച്ചേഴ്സെ മറന്നു, പാസ്റ്ററെ മറന്നു. ജസ്റ്റ് പോവും, ചർച്ചിന് ബാക്ക് സൈഡിൽ ഇരിക്കും, വരും. പിന്നെ എൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ജോലി എന്ന് പറഞ്ഞാൽ ട്യൂഷന്റെ പേരിലും സ്കൂളിന്റെ പേരിലും ടൂറിസ്റ്റ് പ്ലേസ് ചുറ്റുക, ഫ്രണ്ട്സോട് സമയം തീർക്കുക, ഇങ്ങനെ മമ്മി പപ്പാനെ എന്താ പറയാ, അവരെ ചീറ്റിച്ച് ജീവിക്കുക. ഇതാണ് എൻ്റെ ജീവിതത്തിന്റെ ഒരു തുടക്കമായിരുന്നു. ആ സമയത്തിൽ ഒരു ആക്സിഡന്റ് വന്നു. ആക്സിഡന്റ് പറഞ്ഞാൽ ഞാൻ ബസിന്റെ ഫുട്പാത്തില് കയറി യാത്ര ചെയ്യായിരുന്നു. ആ ബസിന്റെ ഫുട്പാത്തിൽ യാത്ര ചെയ്യുമ്പോ എൻ്റെ ഒരു കൈ ബസിന്റെ ആ കമ്പിയിൽ പിടിക്കുകയായിരുന്നു, ഇന്നൊരു കൈ അങ്ങനെ തൊങ്ങി കിടക്കുകയായിരുന്നു. ആ പിടിച്ചിരുന്ന കൈ ആരോ ഉരുവി വിട്ടപ്പോൾ ഞാൻ ബസിന്റെ താളോട്ട് അങ്ങ് വിളുകയായിരുന്നു. അത് നാഗർകോവിലായിരുന്നു. വിളുന്ന് പോകുമ്പോൾ ആരോ ബാക്കിൽ നിന്ന് ഒരാള് ഈ ഷർട്ടിന് അങ്ങനെ പിടിച്ചു ഇളുത്തപ്പോൾ അവരുടെ പിടിയിൽ നിൽക്കാതെ എൻ്റെ ശരീരം അത്രയും വെയിറ്റ് ഉള്ളത് കൊണ്ട് താളെ റോഡിൽ ഇളുക്കുകയായിരുന്നു. 1/2 കിലോമീറ്റർ ടയറിന്റെ അടുത്തോട്ട് എൻ്റെ ബോഡി അങ്ങ് ഇളുത്തു പോവുകയായിരുന്നു. എൻ്റെ ശരീരത്തിന്റെ സ്കിന്നൊക്കെ അങ്ങ് പിഞ്ഞ് മാറുകയായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, ഇന്ന് തന്നെ നമ്മുടെ മരണം സംഭവിക്കാൻ പോകുന്നു, ഇനി ഒരു ജീവിതം കിട്ടത്തില്ല. എന്നാൽ ദൈവകൃപയാൽ ബസ് നിന്നു, എന്നെ ആൾക്കാർ എടുത്തു, ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മയില്ലാതായി. അപ്പോഴാണ് എനിക്ക് ഓർമ്മയിൽ വരുമ്പോഴാണ് ഞാൻ നോക്കുന്നു, എൻ്റെ ശരീരമൊക്കെ പിഞ്ഞിരിക്കുക, എൻ്റെ ജീവിതം ഒരു മരിക്കാനുള്ള ഒരു സമയത്തിലായിരുന്നു. ആ സമയത്തിൽ എൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവരൊക്കെ നോക്കിയപ്പോൾ ആരും കൂടെ ഇല്ലായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എത്ര ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെങ്കിലും അവർ നമ്മുടെ കഷ്ടമുള്ള സമയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാടുകൾ വരുമ്പോ അവർ കൂടെ കാണത്തില്ല, വിട്ടോടും. അവരൊക്കെ വിട്ടോടിയത് കൊണ്ട് എനിക്ക് ആ സൺഡേ ക്ലാസ്സിൽ പഠിച്ച ആ വചനങ്ങളും ആ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയിൽ വന്നു. ഞാൻ ദൈവത്തോട് ആ സമയത്തിൽ കരയാൻ തുടങ്ങി, ദൈവമേ, ഈ സ്ഥലത്തിൽ നീ എന്താ എനിക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നു? What you are going to teach me from this place? You tell me, Lord. എനിക്ക് പറയണ കർത്താവേ. അപ്പോ ദൈവം പറഞ്ഞു, നീ എൻ്റെ ജോലിന് വേണ്ടി വേർതിരിച്ച മകനാണ്. ഞാൻ എന്നെ അമ്മാവിന്റെ ഗർഭത്തിൽ തന്നെ കണ്ടുപിടിച്ചതാണ്. നീ എന്നെ വിട്ടിട്ട് എവിടെയെങ്കിലും ഓടിയാൽ ഞാൻ വിടത്തില്ല. ഇതുപോലുള്ള സാഹചര്യം ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെട്ടെങ്കിൽ ആ സമയത്തിൽ തന്നെ ഞാൻ ബെഡിൽ നിന്ന് കരയാൻ തുടങ്ങി. പിന്നെ ഞാൻ വീട്ടിൽ വന്നു, ട്രീറ്റ്മെന്റിന് ശേഷം അവിടെയും ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ ഡിസൈഡ് ചെയ്തു, ഇനി ഫ്രണ്ട്സിന് വേണ്ടി ജീവിക്കത്തില്ല, അവർ ഒരു സമയത്തിൽ വിട്ടു ഓടും.
ഞാൻ ഇനി മനുഷ്യന് വേണ്ടി ജീവിക്കത്തില്ല, ഇനി ജീവിച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കും. അപ്പോൾ എൻ്റെ ജീവിതത്തെ കമ്മിറ്റ് ചെയ്തു. എന്നെ ആൾറെഡി എൻ്റെ വില്ലേജ് ഗ്രാമത്തിൽ നിന്നുള്ളവരൊക്കെ അറിയാം, ഇവൻ ഭയങ്കര തല്ലുപൊള്ളിയ, അത്രേ പഠിക്കത്തില്ല, ഇങ്ങനെ ചുറ്റി നടക്കുന്നവനാ. ഞാൻ പോയി പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ എനിക്ക് ബാപ്റ്റിസം തരണം. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, നിനക്ക് ബാപ്റ്റിസം തരാനുള്ള ഗ്യാരണ്ടി നീ ആയില്ല, ആരാ നിനക്ക് ഗ്യാരണ്ടി തരുന്ന നീ ബാപ്റ്റിസം എടുക്കാൻ? അപ്പോ ഞാൻ മാനസാന്തരം പട്ടിട്ട് പോലും എന്റെ പാസ്റ്റർ എന്നെ അംഗീകരിക്കത്തില്ല. എന്നാൽ ഒരു പാസ്റ്റർ ഒരു കോൺഫിഡൻസ് ഇല്ല, ഈ ആള് മാനസാന്തരം പട്ടതാണോ പട്ടില്ലയോ. പിന്നെ ദൈവ കൃപയാൽ ഞാൻ 2000 ബാപ്റ്റിസം എടുത്തു. 1999 ഡിസംബറിൽ മാനസാന്തരം കൊണ്ട് ബാപ്റ്റിസം എടുത്ത ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഡിസൈഡ് ചെയ്തു ദൈവത്തിന് വേണ്ടി ജീവിക്കും. ഇനി എത്ര നാളുണ്ടോ അത് ദൈവത്തിന് വേണ്ടി ജീവിക്കും. അപ്പോഴാണ് എൻ്റെ മമ്മി സാക്ഷ്യം പറയുകയായിരുന്നു, നീ ജനിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ ദൈവത്തിന് വേണ്ടി അർപ്പണിച്ചതായിരുന്നു, എന്നാൽ നീ ദൈവത്തിന് വേണ്ടി പോയില്ല, ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ ആ സമയത്തിൽ തന്നെ ഡിസൈഡ് ചെയ്തു, ദൈവമേ നിനക്ക് വേണ്ടി നീ എന്ത് ചെയ്യുന്നു പറയുന്നു അത് ഞാൻ കേൾക്കാം. ആ സമയത്തിൽ ഞങ്ങളുടെ ചർച്ചിൽ ഒരു മിഷൻ ചാലഞ്ചിങ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മിഷൻ ചാലഞ്ച് മീറ്റിംഗിൽ ആരൊക്കെ മിഷണറിയാ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആരൊക്കെ ദൈവത്തിന്റെ ജോലിയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, എളിക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 3 യൗവനക്കാർ ഞങ്ങൾ എളിച്ചു നിന്നു. അപ്പൊ എല്ലാരും കൈകൊട്ടി. അപ്പൊ എല്ലാരും ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 3 പേരില് 2 പേര് ഓക്കെയാണ്, ഈ ഒരാളിന് ഒരു കോൺഫിഡൻസ് ഇല്ല. അത് എന്നെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പോ എനിക്കും ആ സമയത്തിൽ കോൺഫിഡൻസ് എന്നെ കുറിച്ചില്ലായിരുന്നു. ദൈവമേ നിന്റെ ജോലിക്കാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് തിരിക്കുകയായിരുന്നു. അപ്പോ എൻ്റെ പാസ്റ്റർ എന്നെ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന് പറയുന്ന ടീമിൽ എന്നെ അയക്കുകയായിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ വന്നു. ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിന്റെ പഴയ അനുഭവത്തിൽ നിന്ന് യേശു കർത്താവിനെ കണ്ടുമുട്ടുക, പിന്നെ അതിനുശേഷം ആ കർത്താവിന് വേണ്ടി ജീവിതത്തെ അർപ്പണിച്ചിട്ട് പിന്നെ ഞാൻ വന്നപ്പോ ബാംഗ്ലൂർ വന്നപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു എൻ്റെ മാതാപിതാക്കളും ഫാമിലിയും എൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എനിക്ക് ഒരു ബ്രദറും 2 സിസ്റ്റേഴ്സും ഉണ്ട്. ഞാനാണ് എൽഡർ, വീട്ടില് ഏറ്റവും വലിയത് ഞാനാണ്. പിന്നെ എനിക്ക് ഇങ്ങനെ തനിച്ച് ജീവിക്കുന്ന ഒരു അനുഭവം ഇല്ല. എനിക്ക് ഭയങ്കര പേടിയുണ്ടായി. ദൈവമേ ഞാൻ ഇങ്ങനെ തനിച്ച് ജീവിക്കത്തില്ല, ഞാൻ ഐ വിൽ ഗോ ബാക്ക് ടു മൈ ഹോം. ആ സമയത്തിലാണ് യേശു കർത്താവിന്റെ സ്നേഹം എന്നെ മുറുകെ പിടിച്ചത്. അവിടെ പാടുന്ന ഒவ்வொரு പാട്ടുകൾ, അവിടെ പറയുന്ന ഒவ்வொரு വചനങ്ങൾ എൻ്റെ ഹൃദയത്തെ അങ്ങ് കയറി പിടിക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഞാൻ ദൈവത്തിന്റെ സ്നേഹത്തോട് ഒത്തിരി അടുത്തു പോകുന്നുണ്ട്. ആ സ്നേഹത്തിൽ നിൽക്കായിരുന്നു. പിന്നെ ഓപ്പറേഷൻ മൊബിലൈസേഷൻ ടീമില് ഞാൻ ആദ്യം മിനിസ്ട്രീന്ന് അയച്ചത് ആലുവയിലാണ്. ആലുവ, തൃശ്ശൂരിലാണ് ഞങ്ങളുടെ ആദ്യ സ്ഥലം, മിനിസ്ട്രീന്റെ പ്ലേസ്. അപ്പോ തൃശ്ശൂരില് ഒരു പേപ്പർ പ്രിന്റിംഗ് പ്രസ് ഉണ്ടായിരുന്നു. അതിന്റെ മുകളില് 5th ഫ്ലോറിലാണ് ഞങ്ങൾക്ക് അവർ തന്നിട്ടുള്ളതായിരുന്നു. അവിടെ ഞങ്ങൾ ബുക്ക് ഒക്കെ വെക്കുകയായിരുന്നു. ബുക്ക് വിറ്റ് അവിടെ മിനിസ്റ്റർ ചെയ്യായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുക്കിങ്ങിന് അറിയത്തില്ല, ഏത് ജോലിയും അറിയത്തില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. അവിടെ പോയിട്ട് ആ സ്റ്റൗവിനെ അങ്ങനെ ഓൺ ചെയ്ത് ഒരു ചായ ഉണ്ടാക്കാൻ പറഞ്ഞു അവിടുത്തെ ലീഡർ. ടീ ഉണ്ടാക്കാൻ അങ്ങനെ ഓണാക്കിയപ്പോൾ അവിടുത്തെ സ്റ്റൗവിന്റെ ബട്ടൺ അങ്ങ് ഉടഞ്ഞു പോകായിരുന്നു. ഞാൻ ഒത്തിരി പേടിച്ചു പോയി. എന്നാൽ അങ്ങനെയൊക്കെ ഏതെങ്കിലും ഉടഞ്ഞെങ്കിൽ ആൾക്കാർ എങ്ങനെ നമ്മളെ ഇവിടെ നിർത്തും? അപ്പൊ അവിടുത്തെ ഒരു ലീഡർ, ഒരു മലയാളി ലീഡറാണ്, പുള്ളിക്കാരനെ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, ഓ നത്തിങ് ഹാപ്പൻ, ഡോണ്ട് വറി, വി ക്യാൻ ചേഞ്ച് ഇറ്റ്, റീപ്ലേസ് ഇറ്റ്, യു സ്റ്റേ, ഐ വിൽ ടീച്ച് യു ഹൗ ടു മേക്ക് ടീ. ഞാൻ പറഞ്ഞു തരാം ടീ എങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മാത്യു സാറാണ് പുള്ളിക്കാരൻ പഠിച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ ആലുവയിൽ ചായ ഉണ്ടാക്കാൻ പഠിച്ചു. പിന്നെ ആലുവ, ചാലക്കുടി, തൃശ്ശൂർ ക്ഷേത്രത്തിൽ കുറച്ച് സമയം മിനിസ്ട്രിയിൽ അവർ ഓയമോടെ இருந்தாയിരുന്നു. അതിനുശേഷം പിന്നെയും ബാംഗ്ലൂർ, ലക്നോ, കാൺപൂർ,
ഈ സ്ഥലങ്ങളിൽ മിനിസ്റ്റർ ചെയ്യാനായിട്ട് വന്നായിരുന്നു. അപ്പോൾ കാൺപൂരിൽ മിനിസ്റ്റർ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുന്നത് സൗത്തിൽ എങ്ങനെ ജനങ്ങൾക്ക് യേശു കർത്താവിനെ കുറിച്ച് നല്ലതുപോലെ അറിയാം, എന്നാൽ അവർക്ക് അറിയാൻ ആഗ്രഹമില്ല. നോർത്ത് ഇന്ത്യയില് ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ പറയാൻ ആൾക്കാരില്ല. ഈ ബോധ്യം കാൺപൂരിൽ മിനിസ്റ്റർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ട്രാക്ട് മിനിസ്റ്റർ ചെയ്തു പോകുമ്പോൾ ഒരു വീട്ടിൽ അങ്ങനെ ട്രാക്ട് കൊടുക്കുകയായിരുന്നു OM മിനിസ്ട്രിയോട് ബന്ധപ്പെട്ട്. അപ്പൊ ആ ലേഡി ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു, ഭയങ്കര ഡിപ്രസ്. ഷി വാസ് അബൌട്ട് ടു ഡൈ. പുള്ളിക്കാരി എന്നോട് ചോദിക്കായിരുന്നു, വാട്ട് ഇറ്റ് ഈസ് മീനിങ്, ജീവൻ എന്താണ്, മോക്ഷം എന്താണ്. അപ്പൊ എനിക്ക് പറയാൻ ഹിന്ദി അറിയത്തില്ല. അപ്പൊ എന്റെ കൂടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ഹിന്ദിക്കാരനാണ്. പുള്ളിക്കാരനക്ക് ഹിന്ദി അറിയാം, പിന്നെ സുവിശേഷം പറയാൻ അറിയത്തില്ല. എനിക്ക് സുവിശേഷം അറിയാം, ദൈവത്തിന്റെ ആ വചനം പറയാൻ അറിയാം, എന്നാൽ എനിക്ക് ഹിന്ദി അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേർക്കും ഒരു മിസ് മാച്ചിങ് ആണ്. ആ ലേഡി ഒത്തിരി ചോദിക്കായിരുന്നു. പുള്ളിക്കാരി ചായ തരുന്നായിരുന്നു, കരിപ്പട്ടി അത് തരുകയായിരുന്നു, പിന്നെ ഒത്തിരി ഞങ്ങളെ സ്നേഹിക്കായിരുന്നു. പിന്നെ പുള്ളിക്കാരിക്ക് അറിയണം എങ്ങനെ ഞാൻ ഈ ഡിപ്രസ്ഡ് ലൈഫിലിരുന്ന് നിരാശയിലുള്ള ഈ ജീവിതത്തിൽ നിന്ന് മാറി ദൈവത്തിന്റെ ഒരു ആശ കയറിയ ഒരു 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 ഹോപ്പുള്ള ജീവിതം എങ്ങനെ ഞാൻ പ്രാപിക്കാം, ഞാൻ എങ്ങനെ കിട്ടും എന്ന ഒരു ആഗ്രഹത്തോട് ഞങ്ങൾ നോക്കുകയായിരുന്നു. ഞങ്ങൾ പറയാൻ പറ്റിയില്ല. അപ്പോൾ പുള്ളിക്കാരെ ആ പേപ്പർ അങ്ങ് കിളിച്ച് ഞങ്ങളുടെ തലയിൽ തന്നെ എറിഞ്ഞിട്ട്, നിങ്ങൾ എന്തിനാ ഇതൊക്കെ കൊണ്ട് നടക്കുന്നു, നിങ്ങൾ പോയിക്കോ. ഞാൻ അന്ന് പോയി കരഞ്ഞു, ദൈവമേ എനിക്ക് മിനിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ നോർത്ത് ഇന്ത്യയിൽ മിനിസ്റ്റർ ചെയ്യാൻ എനിക്കൊരു ചാൻസ് തരണം. നോർത്ത് ഇന്ത്യയിലും ഹിന്ദി നല്ലതുപോലെ പഠിച്ചിട്ട് ഹിന്ദിയിൽ ആൾക്കാരെ മനസ്സിലാക്കാൻ ഉത്തരെ എനിക്ക് നോളജ് തരണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. അതിനുശേഷം ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജ് 2001 ചേർന്നായിരുന്നു. ഗ്രേസ് ബൈബിൾ കോളേജിൽ അവിടെ 3 വർഷം പഠിക്കുകയായിരുന്നു. അവിടെയും 3rd ഇയർ പഠിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയായിരുന്നു, ദൈവമേ എവിടോട്ട് മിനിസ്ട്രിയിൽ പോകണം. അപ്പൊ ബൈബിൾ കോളേജിൽ പഠിക്കുന്നവർക്കൊക്കെ ഒരു ഇതുണ്ടല്ലോ, 3rd ഇയറിൽ എവിടെങ്കിലും നമ്മൾ പോയി മിനിസ്റ്റർ ചെയ്യണം. അപ്പോൾ എനിക്ക് എല്ലാവരും അവരവരുടെ സ്ഥലത്തെ പറയുന്നുണ്ട്, അതായത് എനിക്ക് പറയാൻ സ്ഥലമില്ല. അപ്പോ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് ബെഡിൽ വന്ന് കിടന്നപ്പോൾ ഒരു അറ്റ്ലസ് മാപ്പ് അങ്ങനെ ഞാൻ കാണുകയായിരുന്നു. ജസ്റ്റ് അറ്റ്ലസ് മാപ്പ്. ആ അറ്റ്ലസ് മാപ്പില് ദ സെന്റർ ഓഫ് ഇന്ത്യ ഈസ് ഫുള്ളി ഡാർക്ക്. അപ്പൊ അതിൽ ഒരു ചെറിയൊരു ടാർച്ച് ആരോ അങ്ങ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അടിച്ചു കൊടുത്തപ്പോ ആ ബ്ലാക്ക് പ്ലേസ് ഒക്കെ അങ്ങ് മാറി ബ്രൈറ്റ് പ്ലേസ് ആയിട്ട് ഡിസ്ട്രിക്ട് വൈസ്, സ്റ്റേറ്റ് വൈസ് അങ്ങ് അറ്റ്ലസ് മാപ്പിൽ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ചൊന്നും മനസ്സിലായില്ല. നെക്സ്റ്റ് ഡേ ഞാൻ ചാപ്പൽ പോയപ്പോ അവിടെ പ്രസംഗിക്കുന്ന പാസ്റ്റർ ഇങ്ങനെ പറയായിരുന്നു, ആൾറെഡി ഗോഡ് ഹാസ് സോൺ ടു യു വേർ യു വാണ്ട് ടു ഗോ. നിങ്ങൾ എവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ടോ അവിടെ നിങ്ങൾ പോയി തന്നെ ആകണം. ദൈവം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലത്തിൽ പോയേ പറ്റത്തുള്ളൂ. നിങ്ങൾ അങ്ങനെ മൂസായിനെ പോലെ മാറിപ്പോകരുത്, ബഹാന പറയരുത്, മീൻസ് യു ഷുഡ് നോട്ട് സേ എനി എക്സ്ക്യൂസ്. ഇങ്ങനെയൊക്കെ ആ പാസ്റ്റർ പറഞ്ഞ് എന്റെ തോളിൽ മോൾ കൈവച്ചിട്ട് പറഞ്ഞു, ജബസ്റ്റിൻ നിനക്കും ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നു, ഇന്നലെ ഞാൻ ഒരു അറ്റ്ലസ് മാപ്പ് ഒക്കെ കണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്രണ്ട്സോട് ചോദിച്ചു, ഇത് ഏത് സ്ഥലം? അപ്പോ അവര് പറഞ്ഞു, ഇത് ഛത്തീസ്ഗഡ് ആണ്. आपको छत्तीसगढ़ के बारे में जानता है? मैं तो नहीं जानता. I do not know anything. നിനക്ക് അറിയാവോ ഛത്തീസ്ഗഡ് എന്താന്ന്? ഛത്തീസ്ഗഡ് ഈസ് എ ബാക്ക്വേർഡ് ക്ലാസ് പീപ്പിൾ ലിവിംഗ് പ്ലേസ്. അവിടെ ബാക്ക്വേർഡ് ക്ലാസ് പീപ്പിൾ ആണ് താമസിക്കുന്നത്. അവിടെ നക്സലൈറ്റ് ആണ്. അവിടെ സുവിശേഷം പറയാൻ ഭയങ്കര വിരോധമാണ്. ജൂദേവൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ഗർഭാബസിന്റെ ഫൗണ്ടറാണ് ജൂദേവ്. പുള്ളിക്കാരൻ അവിടെ ഉണ്ട്. അവിടെ നീ എന്ത് എടുക്കാൻ പോകുന്നു? വേറെ നല്ല സ്ഥലത്ത് സെലക്ട് ചെയ്യാൻ പറ്റിയില്ലേ? അങ്ങനെ പറഞ്ഞ് എന്നോട് പറയായിരുന്നു.
അപ്പോ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ കാണിച്ച സ്ഥലത്തിൽ ആബ്രഹാം പോയപ്പോൾ ഞാൻ അവനെ മാനിച്ചു, നീയും പോകുകയാണെങ്കിൽ ഞാൻ എന്നെയും മാനിക്കും. വചനം എനിക്ക് അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആ വചനം എന്നെ ഒരു ബൂസ്റ്റ് പോലെ, ഗോ എന്ന് പറയുന്ന ഒരു ഗോയിന്റെ ശബ്ദം എന്റെ കാതുകളിൽ കേൾക്കുകയായിരുന്നു. എന്റെ ഹൃദയം അതിനെ അക്സെപ്റ്റ് ചെയ്യായിരുന്നു. ഞാൻ അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അവർ ചോദിച്ചു എവിടോട്ട് പോകണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഛത്തീസ്ഗഡ് ആണ്. അപ്പൊ അവർ ഛത്തീസ്ഗഡ് എവിടെയാ പോണെന്ന്, എനിക്ക് ഛത്തീസ്ഗഡ് എവിടെന്ന് അറിയത്തില്ല. ഞാൻ ചോദിച്ചു ഈ ട്രെയിനിലെ ലാസ്റ്റ് സ്റ്റേഷൻ എന്താന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ലാസ്റ്റ് സ്റ്റേഷൻ റായ്പൂർ ആണ്, അവിടെ അതാണ് ക്യാപിറ്റൽ, അവിടെയാണോ പോണത്? ഞാൻ പറഞ്ഞു ആ, എന്നാൽ ഇതിൽ ഒരു ആർ ഇട്ട് താ, യു ജസ്റ്റ് റൈറ്റ് എ ലെറ്റർ ആർ, ദെൻ യു ക്യാൻ ഗോ ടു റായ്പൂർ. അങ്ങനെ ഞാൻ റായ്പൂരിന് വേണ്ടി ടിക്കറ്റ് എടുത്തു. എനിക്കിവിടെ ബന്ധങ്ങളോ എനിക്ക് പരിചയമുള്ളവരോ ആരുമില്ല. ജസ്റ്റ് ഗോഡ് സെൻഡ് മീ, ഐ ജസ്റ്റ് ഡിപ്പാർട്ടഡ്. ഇപ്പോ ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലാകുന്നത് നമുക്കിവിടെ ഒരു റൂം വേണം താമസിക്കാൻ. എവിടെ പോയി കിട്ടും? ലഗേജ് ഒക്കെ വെയിറ്റിംഗ് ഹാളിൽ വച്ചിട്ട് റൂം തിരക്കാൻ റായ്പൂരിലോട്ട് ചുറ്റി നടക്കുകയായിരുന്നു. ആരും ബാച്ചിലറിന് റൂം തരത്തില്ല. നോ നോ നോ, നീ ബാച്ചിലർ ആണോ? അപ്പൊ എന്നെ കാണാൻ അത്രയും മെലിഞ്ഞ ഒരു ബോഡിയാണ്. അപ്പോ ഓൺലി 20 years old ദാറ്റ് ടൈം ഐ വാസ്. സോ ഞാൻ 20 വയസ്സേ ആയുള്ളായിരുന്നു. അപ്പോ എനിക്ക് ഈ മീസ ഒന്നും ഇല്ല. ആൾക്കാർ എന്നെ കണ്ടിട്ട് എനിക്ക് റൂം തരാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. ദൈവം ഇങ്ങനെ അയച്ചിട്ട് നമ്മളെ ഇങ്ങനെ കളിപ്പീട് കാണിക്കുന്നുണ്ടല്ലോ. ഇവിടെ വന്നിട്ട് പോലെ ആരും എനിക്ക് സഹായിക്കുന്നില്ലല്ലോ. പിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസുകാരന്മാർ പറഞ്ഞു ഇനി ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുക, ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഒരു റിക്ഷക്കാരനോട് പറഞ്ഞിട്ട് ഏറ്റവും ചീപ്പായിട്ടുള്ള ഹോട്ടലിൽ താമസിക്കാൻ വന്നു. അവിടെ ആദ്യം 300 രൂപയാണ് റൂം. 300 രൂപന് റൂമിന് പൈസ കൊടുത്തു. പിന്നെ 1 ദിവസം 2 ദിവസം 3 ദിവസം 4 ദിവസം 5 ദിവസം ഒരാഴ്ചയായി, എന്നാലും വീട് കിട്ടുന്നില്ല. അപ്പൊ ഹോട്ടൽ മാനേജർ എന്നെ വിളിച്ചു ചോദിച്ചു, ജബസ്റ്റിൻ, യു ഡിഡ് നോട്ട് മേക്ക് എനി പേയ്മെന്റ് തന്നില്ല, ഹൗ ഡു യു സ്റ്റേ ഹിയർ? അപ്പോ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഒത്തിരി പൈസ ഇല്ല, ഒത്തിരി ബുദ്ധിമുട്ടിലാണ്. അപ്പോ അവർ പറഞ്ഞു എന്തിനു വേണ്ടി ഇവിടെ വന്നു? അപ്പൊ ഞാൻ പറഞ്ഞു യേശു കർത്താവ് എന്നെ അയച്ചിട്ടുണ്ട്, ഞാൻ ഒരു മിഷനറി ആയിട്ടാണ് ഇവിടെ വന്നത്. അത് അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഓണറോട് സംസാരിക്കുക. പിന്നെ ഞാൻ ഓണർ എന്നെ വിളിച്ചു, സംസാരിച്ചു. ഞാൻ ഇംഗ്ലീഷിൽ എല്ലാ ടെസ്റ്റ് മണി അങ്ങ് പറഞ്ഞു. എന്നിട്ട് അങ്ങ് പറഞ്ഞു വന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിച്ചോ, എത്ര ഫുഡ് വേണമെങ്കിലും ഇവിടെ കഴിച്ചോ, എവറിത്തിങ് ഈസ് ഫ്രീ ഫോർ യു, എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആണ്. അന്ന് എനിക്ക് മനസ്സിലായി ദൈവം അയച്ചാൽ തീർച്ചയായിട്ട് നമുക്ക് വഴികളെ തുറന്നു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തിന്റെ വിളി കേട്ടിട്ട് എവിടെയെങ്കിലും പോയിട്ട് എനിക്ക് വഴി കിട്ടുന്നില്ലെന്ന് പേടിയോടുണ്ടെങ്കിൽ ഞാൻ പറയാം, തീർച്ചയായിട്ടും പറയാം, ദൈവം നമ്മളെ അയച്ചാൽ ആരെങ്കിലും ഒരാളെ അവിടെ നമുക്ക് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യും. ഹീസ് ഈ ജഹോവ ഷൈറേ, ഹീസ് ഗോഡ് ഹു പ്രൊവൈഡ്സ്. നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവമാണ്. അവിടെ എനിക്കൊരു വിശ്വാസത്തിൽ ഒരു ഉയർച്ച ഉണ്ടായി. അതിനുശേഷം ഞാൻ ഇവിടുത്തെ ഒരു ബ്രദറിനെ വിളിച്ച് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ, എനിക്ക് അപ്പോഴും നല്ലതുപോലെ ഹിന്ദി വരത്തില്ല, ഒരു ചെറിയ റൂം കിട്ടി. 700 rupees ആണ് അതിന്റെ റെന്റ് ഫോർ മന്ത്. ഞാൻ ഒരു സ്കൂളിൽ ജോലി ചെയ്ത് കുറച്ച് ദിവസം റെന്റ് കൊടുക്കുകയായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫുഡ് ഉണ്ടാക്കാൻ ഏത് വെസൽസ് ഇല്ലാതിരുന്നു. ഒരേ ഒരു വെസൽ, ഓൺലി 1 വെസൽ. ഒരു പാത്രത്തില് ചോറ് വയ്ക്കും, ഒരു പാത്രത്തിൽ ചായ ഇടും, ഒരു പാത്രത്തിൽ വെള്ളം അനത്തും, ഒരു പാത്രത്തിൽ കൂട്ടുവയ്ക്കും, പിന്നെ ഇന്നൊരു പാത്രത്തിൽ സർവ് ചെയ്യും. ഇങ്ങനെയാണ് എന്റെ ജീവിതത്തിന്റെ തുടക്കം.
അങ്ങനെ അങ്ങനെ ഇരുന്നപ്പോ ഒരു ദിവസം സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ മിനിസ്ട്രീന് വേണ്ടി നടന്നു പോകുമ്പോ ഭയങ്കര മഴയുടെ സമയമായിരുന്നു. ഞാൻ എല്ലാ ബൈക്കോടെ ലിഫ്റ്റ് ചോദിക്കുകയായിരുന്നു, ലിഫ്റ്റ് തരാം. അപ്പൊ ആരും നിർത്തിയില്ല. ഒരു ബ്രദർ നിർത്തിയിട്ട് പറഞ്ഞു എവിടെ പോണെന്ന്. ഞങ്ങൾ പറഞ്ഞു ആ ജംഗ്ഷൻ. എന്റെ കൂടെ ആ ബ്രദറും ഉണ്ടായിരുന്നു. ഞങ്ങളെ ആ ജംഗ്ഷൻ വരെ കൊണ്ടുവിടാൻ പുള്ളിക്കാരൻ ബൈക്കിൽ വിളിച്ചിട്ട് പോയായിരുന്നു. അപ്പോ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്കാരൻ ചോദിച്ചു, നിങ്ങൾ എവിടത്തെ ആൾക്കാരാ, എവിടെ താമസിക്കുന്നു? അപ്പൊ ഞാൻ കുറച്ച് ഹിന്ദി തമിഴ് എല്ലാം ചേർത്തിട്ട് പറയായിരുന്നു. അപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, ഓ ഇത്രയും ദൂരത്തുനിന്ന് വന്നിരിക്കുകയാണോ, ഇവിടെ മിനിസ്റ്റർ ചെയ്യാണോ? ഞാൻ ഒന്ന് പറയാം, നാളെ ഞങ്ങളെ വീട്ടിലോട്ട് വാ. അപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? പുള്ളിക്കാരൻ പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്, ഞാനും കേരളത്തിൽ നിന്നാണ് ഇവിടോട്ട് വന്നിട്ടുള്ളത്. എന്റെ പേര് സാംരാജ് ആണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഒത്തിരി ദിവസമായിട്ട് IET ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൽ ലീഡറായിട്ട് വർക്ക് ചെയ്യുന്നു. പുള്ളിക്കാരൻ നെക്സ്റ്റ് ഡേ ഞങ്ങളെ വീട്ടിലോട്ട് ക്ഷണിച്ചപ്പോൾ അവിടെ ഞങ്ങൾ പോയപ്പോ പുള്ളിക്കാരൻ 5 സൈക്കിൾ അവിടെ വെച്ചിരിക്കുകയായിരുന്നു. 5 സൈക്കിളില് പുള്ളിക്കാരൻ പറഞ്ഞു, ഏത് സൈക്കിൾ നിങ്ങൾക്ക് വേണോ ആ സൈക്കിൾ എടുത്തോ, ഈ സൈക്കിൾ നിങ്ങൾക്ക് വേണ്ടി മിനിസ്ട്രീന് വേണ്ടി തരിക. അതാണ് എന്റെ ജീവിതത്തിലെ ഫസ്റ്റ് ഗിഫ്റ്റ് ഇൻ ദ മിനിസ്ട്രി ഐ റിസീവ്ഡ്. ആ സൈക്കിളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ആ സൈക്കിളിന്റെ അടുത്ത് ഞാൻ നിന്ന് മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിന്റെ മിനിസ്ട്രിയിൽ ദൈവം എന്നെ കൊണ്ടയച്ചത്. അങ്ങനെ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ടും എന്നെ വിട്ടു പോകുമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി ദിവസമായിട്ട് പുള്ളിക്കാരൻ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് എന്നാൽ കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ പുള്ളിക്കാരൻ എന്നെ വിട്ടു പോവുക. അപ്പൊ ഞാൻ തനിച്ചായി. പിന്നെ ഈ ഹിന്ദിന്റെ പ്രോബ്ലം ഉണ്ടായി. ഹിന്ദി എങ്ങനെ പറയും, എങ്ങനെ ജനങ്ങളെ മനസ്സിലാക്കും, ഇങ്ങനെയുള്ള പ്രോബ്ലം. ദൈവം ആ സമയത്തിൽ പറഞ്ഞു 3 years പ്രോഗ്രാം, സ്പോക്കൺ ഇംഗ്ലീഷ്, സ്കിറ്റ്, സോങ്സ്. സ്പോക്കൺ ഇംഗ്ലീഷ്, യെസ്, സോങ്സ് ആൻഡ് സ്കിറ്റ്. ഇത് പഠിച്ചു കൊടുക്കാൻ ക്ലാസ് തിറക്കാൻ പറഞ്ഞു. ഞാൻ ഒരു അംഗൻവാടിയിൽ പോയിട്ട് ചോദിച്ചപ്പോ അവിടത്തെവരൊക്കെ ആഗ്രഹിച്ചു, ഓക്കെ യു ക്യാൻ ടീച്ച്. പിന്നെ ഞാൻ അവിടെ ആ 3 years പ്രോഗ്രാം ടീച്ച് ചെയ്തപ്പോ 300 മോർ ദാൻ 300 ചിൽഡ്രൻ കെയിം ടു ലേൺ. 300 മുകളില് പിള്ളേര് സ്കൂൾ തീർന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് അവിടെ വരികയായിരുന്നു പഠിക്കാൻ. ഞാൻ അവർക്ക് ഇങ്ങനെ പഠിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് ആ മിനിസ്ട്രി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഠിനാദായികൾ ഉള്ളപ്പോൾ ഞാൻ എൻ്റെ പാസ്റ്റർ, തമിഴ്നാട്ടിലുള്ള പാസ്റ്ററോട് വിളിച്ച് പറഞ്ഞു, എൻ്റെ കഷ്ടങ്ങൾ എത്രയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ഒരു ദിവസം അവിടെ കാണാൻ വരുന്നുണ്ട്. പുള്ളിക്കാരൻ കാണാൻ വന്നപ്പോ ഞാൻ ഒരു സൈക്കിളില് ഒരു 10 കിലോമീറ്റർ പോയിട്ട് 300 ചിൽഡ്രനെ പഠിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഹി വാസ് വെരി ഹാപ്പി. ഇത്രയും വലിയ മിനിസ്ട്രി, നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട് ബൈക്കുണ്ട്, കാറുണ്ട്, എന്നിട്ടും 300 പിള്ളേരെ കൂട്ടാൻ പറ്റിയില്ല. ഇവിടെ നീ സ്ട്രേഞ്ച് പ്ലേസിൽ വന്ന് ഇത്രയും ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഹാപ്പിയായി. പുള്ളിക്കാരൻ എനിക്കൊരു ബൈക്ക് ഗിഫ്റ്റ് ചെയ്തു. സൈക്കിളിൽ നിന്ന് ഞാൻ ബൈക്കിലോട്ട് ഷിഫ്റ്റായി. പിന്നെ ഞാൻ ഒരു വലിയ വീട് എടുത്തു. അവിടെ സൺഡേ ക്ലാസ്, എവറി സൺഡേ ട്യൂഷൻ പഠിക്കുന്ന പിള്ളേരിന് വേണ്ടി, ഫ്രീ ട്യൂഷൻ പഠിക്കുന്ന പിള്ളേരിന് വേണ്ടി ഒരു സൺഡേ ക്ലാസ് തുടങ്ങി. അവിടെ സൺഡേ ക്ലാസ്സിൽ 60 മുകളിൽ പിള്ളേർ വരും. അവർക്ക് ഞാൻ ഓട്ടോന്റെ ഫ്രീ ഓട്ടോ കൊടുക്കുകയായിരുന്നു. വന്ന് പഠിക്കാം, ഫ്രീ ആയിട്ട് വരാം, അവിടെ ഫ്രീ ആയിട്ട് പോവാം. അവർക്ക് ഓട്ടോ ഫെസിലിറ്റി ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഇങ്ങനെ അവരെ ഞാൻ പഠിപ്പിച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് 2007 ഒരു വലിയ അറ്റാക്ക്. ഡിസംബറിന്റെ ഫസ്റ്റ് വീക്കില് ആരോ ഇവിടെ ഒത്തിരി ധർമ്മ പരിവർത്തനം നടക്കുന്നുണ്ട്, മതം മാറ്റുന്നതുണ്ടെന്ന് പറഞ്ഞിട്ട് ആരോ ധർമ്മസേനയോട് പറഞ്ഞു കൊടുത്തു. അവരോട് പറഞ്ഞു കൊടുത്തപ്പോ അവര് ആ സൺഡേ മോർണിംഗ് സൺഡേ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേറി വന്നു, ചെയറൊക്കെ അടിച്ചു പൊട്ടിച്ചു. പിന്നെ അവിടെ ഇരുന്ന ബുക്സ് ഒക്കെ എടുത്ത് എറിഞ്ഞു, പിള്ളേരൊക്കെ പുറത്താക്കി, അവിടുത്തെ ചപ്പലൊക്കെ എടുത്ത് മാല പോലെ കെട്ടി. പിന്നെ ഞങ്ങളെ ഇളുത്ത് അടിക്കാൻ തുടങ്ങി.
ആദ്യം ബാക്കിൽ ഇടിച്ചായിരുന്നു. നമ്മൾ താള വിളുന്നപ്പോ ചെരുപ്പ് കൊണ്ട് അവര് ചവിട്ടുകയായിരുന്നു. ചവിട്ടി തലയിൽ ഞാൻ അങ്ങനെ കൈവയ്ക്കുമ്പോൾ രക്തമായിട്ട് വരികയായിരുന്നു. അത്രയും അവർ നമ്മളെ പീഡിപ്പിക്കുകയായിരുന്നു. പിന്നെ അവര് ഒരു സൈക്കിൾ ചെയിൻ കൊണ്ട്, അവിടെ കയ്യിൽ സൈക്കിൾ ചെയിന്, കമ്പി, കമ്പ്, പിന്നെ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഇളുത്ത് ഞങ്ങളെ ഒരു ആട്ടോയിൽ കെട്ടി, പിന്നെ ഇളുത്ത് അങ്ങ് കൊണ്ടുപോയി ആ സ്ഥലത്തിലൊക്കെ ചുറ്റി ചുറ്റി. എന്റെ കൂടെ ഒരു ഫിലിപ്പ് ജഗതല്ല എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനെയാണ് ആദ്യം അവർ ഉപദ്രവിച്ചത്. ധനം പരിവർത്തനം ചെയ്യുന്നവർ ഇവരാണ്, മതം മാറ്റുന്നവർ ഇവരാണെന്ന് അടിച്ച് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാൻ കരഞ്ഞു ദൈവത്തോട്, ദൈവമേ, നിന്റെ മിനിസ്ട്രിയിൽ ഇത്രയും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, അതിന് മുൻപ് ഇത്രയും വേദനയാണല്ലോ, ഇത്രയും കഷ്ടപ്പാടല്ലാണ്, എന്ത് ചെയ്യാം ദൈവമേ. അവര് ബാക്കിൽ നിന്ന് ശ്രാപിക്കുകയായിരുന്നു. they were cursing me. മദ്രാസി ചല ജാओ, നിങ്ങളുടെ വീട്ടിലോട്ട് പോയിക്കോ, ഇല്ലെങ്കിൽ നിന്റെ തലയെ വെട്ടിക്കളയും, നിനക്ക് ഇനി ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല, ഇനി നിന്നെ ഇവിടെ കണ്ടാൽ ഞാൻ എന്നെ കൊന്നുകളയും, ഇങ്ങനെ പറയാ. എനിക്ക് എല്ലാ ശബ്ദങ്ങളും കേൾക്കുമ്പോ പേടി ഉണ്ടാകുകയായിരുന്നു. എന്നെ ഇളുത്തുകൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിൽ ആ ബ്രദർ ഞങ്ങളെ വയ്ക്കായിരുന്നു. ഞാൻ പറയട്ടെ, അവിടെ പോലീസുകാരന്മാര് ഞങ്ങളോട് അഭദ്ര വേർഡ്, ഒത്തിരി മോശമായിട്ടുള്ള ചീത്ത വേർഡുകൾ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ആ സമയത്തിൽ കരഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ജബസ്റ്റിൻ, നീ പേടിക്കണ്ട. ഞാൻ പൗലോസോടും ഇങ്ങനെ ഇത്രയും വലിയ കഷ്ടത്തിൽ പൗലോസോട് ഇരുന്നത് പോലാണ് നിന്നോട് ഇരിക്കുന്നു. നിനക്കിവിടെ ഒത്തിരി ജനങ്ങളെ ഞാൻ തരും, നീ ഇവിടെ തന്നെ ഇരിക്കണം. ഞാൻ പറഞ്ഞു, കർത്താവ്, ഇത്രയും പാടുകളോടുകൂടെ, ഇത്രയും കഷ്ടപ്പാടോടുകൂടെ ഇവിടെ ഞങ്ങൾ താമസിക്കാൻ പറ്റത്തില്ല ദൈവമേ, അത് ഞാൻ തനിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്നെ കൊണ്ടുവന്നത് ഞാനാണ്, ഇത്രയും ദിവസം നടത്തുന്നത് ഞാനാണ്, സൈക്കിൾ തന്നത് ഞാനാണ്, ബൈക്ക് തന്നത് ഞാനാണ്, ഇനി നിന്നെ നടത്താൻ പോകുന്നത് ഞാനാണ്, നീ എന്തിനാ പേടിക്കുന്നേ. പിന്നെ കുറച്ച് ക്രിസ്ത്യൻസ് ഒക്കെ വന്നു ഞങ്ങളെ അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, നമ്മളുടെ കഷ്ടത്തിന് മത്തിയിൽ ദൈവമക്കൾ, പാസ്റ്റേഴ്സ് എല്ലാവരും വന്ന് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആ ഭാരങ്ങൾ, ആ അടി, ആ വേദനകൾ, ആ ഉൺസ് എല്ലാം അങ്ങ് മാറുന്നത് ഞാൻ ഫീലാക്കി. ദൈവം എന്നെ തൊട്ടു. ആ സമയത്തിൽ ഒരു എൻകറേജ്മെന്റ് കിട്ടി. യേശു കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമ്മളെ ദൈവം തെരഞ്ഞെടുത്തല്ലോ. വാട്ട് എ മാർവലസ് ഗാഡ്, വാട്ട് എ മൈറ്റി ഗാഡ്, എത്രയും വലിയ ദൈവം എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കണ്ടിന്യൂ ആയിട്ട് സ്തുതിക്കാൻ തുടങ്ങി. സ്തുതിക്കാൻ ദൈവം ധൈര്യത്തെ തരാൻ തുടങ്ങി. ഒത്തിരി എൻകറേജ്മെന്റ് കാർഡ് തരാൻ തുടങ്ങി. ഞാൻ പിന്നെ ഡിസൈഡ് ചെയ്തു, ഐ വിൽ സ്റ്റേ ഹിയർ ആൻഡ് ഐ വിൽ ഡു മിനിസ്ട്രി. ഞാൻ പറയട്ടെ, വിത്തിൻ 3 months ആരൊക്കെ ഞങ്ങളെ ഉപദ്രവിച്ചോ, ആരൊക്കെ ഞങ്ങളെ അടിച്ചോ, ഒന്നായിട്ട് ദൈവം ശരിയാക്കി. ചിലരെയൊക്കെ ദൈവം തീർത്ത് കെട്ടി. മീൻസ് they gone out, they left the world. ചിലരൊക്കെ മാനസാന്തരപ്പെട്ട് വിഭിന്ന സ്ഥലങ്ങളിൽ ചർച്ചിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ദൈവം ചിലരെ രക്ഷയിലോട്ടും ചിലരെ ശിക്ഷയിലോട്ടും ആക്കി. ആരൊക്കെ ഞങ്ങളോട് പറഞ്ഞോ നീ ഇവിടെ കാണരുതെന്ന്, അവരെ ദൈവം കാണാതാക്കി. ഞാൻ ഇന്നും ആ സ്ഥലത്തിൽ, എന്നെ അടിച്ച അതേ സ്ഥലത്തിലാണ്, അതേ ഡിസ്ട്രിക്റ്റിലാണ്, അതേ വില്ലേജിലാണ് ഇന്നും മിനിസ്റ്റർ ചെയ്യുന്നത്. അതേ സ്ഥലത്തിൽ ദൈവം എൻ്റെ തലയെ ഉയർത്തി. ദൈവം ശത്രുക്കളുടെ മുൻപിൽ മേജ ഒരുക്കി എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയാൻ പറ്റും. എന്നാൽ ഇന്നെന്ന് പറയുമ്പോ നോർത്ത് ഇന്ത്യയില് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒത്തിരി പാസ്റ്റർമാര് ഈ ഉപദ്രവത്തിലൂടെയാണ് പോകുന്നത്. ഞാൻ മാത്രമല്ല, എവറി ഡേ, എല്ലാ ദിവസങ്ങളും അടി പാസ്റ്റേഴ്സ് കൊള്ളാത്ത ദിവസങ്ങളേ ഇല്ല. എല്ലാ ആഴ്ചകളും പാസ്റ്റേഴ്സ് അറസ്റ്റ് ആകാതെ ഒരു ആഴ്ചയില്ല. എല്ലാ ആഴ്ചയിലും ഇങ്ങനെയുള്ള ഉപദ്രവത്തിന് വഴിയായിട്ട് ഒത്തിരി പാസ്റ്റർമാർ പോകുന്നുണ്ട്.
എന്നാൽ ഉപദ്രവത്തിൽ നിന്ന് അവർ പുറത്തു വരുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ദൈവമക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമക്കൾ അവരുടെ വേണ്ടി ഒരു ബാക്ക് ബോണായിട്ട് നിൽക്കണം. എനിക്കായിട്ട് ദൈവം കുറച്ചുപേരെ നിർത്തിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നു. അന്ന് അവർ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. അന്ന് ഞങ്ങൾക്ക് വേണ്ടി അവർ എൻകറേജിങ് വേർഡ് പറഞ്ഞിട്ടില്ല. അവരന്ന് എനിക്ക് വേണ്ടി സഹായിച്ചില്ലെങ്കിൽ ഞാൻ ഇന്ന് നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ചിലപ്പോൾ എന്റെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ താഴ്ന്നു പോകുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപ അങ്ങനെ ഉണ്ടായി, അവരൊക്കെ വന്നു നിന്നു. ദൈവമക്കളെ, ഈ സാക്ഷ്യത്തെ നിങ്ങൾ ചിലപ്പോ നല്ല സ്ഥലത്തിലിരുന്ന് കേട്ടുകൊണ്ടിരിക്കാം. കേരളത്തിലിരുന്നോ ഇല്ലെങ്കിൽ വേൾഡിന്റെ ഏത് സ്ഥലത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നാലും ശരി, നമ്മൾ പെർസിക്യൂട്ടഡ് പീപ്പിളിന് വേണ്ടി ഒരു 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 കണ്ണീർ, ഒരു ഡ്രോപ്പ് ആസു, ഒരു ഡ്രോപ്പ് കഥ എന്ന് പറയുന്നു, ഒരു 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 ഡ്രോപ്പ് ടീയേഴ്സ് നമ്മുടെ കണ്ണിൽ വന്നെങ്കിൽ അതാണ് ദൈവത്തിന്റെ പിള്ളേരിന്റെ ഒരു ബലം. അവരവിടെ മിനിസ്റ്റർ ചെയ്താൽ നരകത്തിൽ പോകുന്ന, നാശമാകുന്ന ഒത്തിരി 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 ആൾക്കാര് യേശു കർത്താവിനെ സ്വന്തം രക്ഷകരായിട്ട് സ്വീകരിക്കാൻ ദൈവം അവർക്ക് വഴികൾ ഒരുക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഇന്ന് ആ സ്ഥലത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഇന്ന് പറയാൻ പറ്റും, അറൌണ്ട് മോർ ദാൻ 500 people every Sunday attending Sunday service. 500 മുകളിൽ ജനങ്ങൾ വന്ന് സൺഡേ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. അടിച്ചവരെ ദൈവം മാറ്റി ആ സ്ഥലത്തിൽ ദൈവം ഒരു വലിയൊരു മിനിസ്റ്റർ ചെയ്യാൻ, ആ സ്ഥലത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ എന്നെ ബലപ്പെടുത്തി. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി ആവശ്യമാണ്. ഞങ്ങളുടെ ഫാമിലിന് വേണ്ടി ഒത്തിരി ആവശ്യമാണ്. 2011 ഞാൻ മാരേജ് ആയി. അപ്പോ മാരേജിന്റെ ലൈഫും ഒരു സെപ്പറേറ്റ് ലൈഫാണ്. ഞാനിപ്പോ എന്റെ സ്റ്റാർട്ടിങ് മിനിസ്ട്രിയെ കുറിച്ചാണ് ഇത്രയും സമയം പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് മാരേജ് ലൈഫോട് കൂടെ ഉള്ള മിനിസ്ട്രിയെ കുറിച്ചാണ്. അപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, ഇങ്ങനെ തനിച്ചായിട്ടും ഇത്രയും നിൽക്കാൻ കാരണം എന്താ? ഞാൻ പറഞ്ഞല്ലോ, തനിച്ചായിട്ട് നിൽക്കാനുള്ള കാരണം കേരളത്തിൽ നിന്ന് ഒത്തിരി പാസ്റ്റർമാരും ഒത്തിരി എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എന്നും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സാക്ഷിയെ ഇങ്ങനെ ആദ്യം പറഞ്ഞു. ഇനി ഒരു സാക്ഷി കൂടെ ഞാൻ പറയാൻ പോകുന്നത്, അതിനുശേഷം ഞാൻ ക്ലോസ് ആക്കും. ഈ സാക്ഷി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാക്ഷിയാണ്. ഫാമിലി ആയിട്ട് നിങ്ങൾ കേട്ടാൽ വളരെ ആയിരിക്കും. കുഞ്ഞില്ലാത്തവർ കേട്ടാൽ ഇന്നും അനുഗ്രഹമായിരിക്കും. നിങ്ങളോട് ഞാൻ ആഗ്രഹപ്പെടുന്നു, നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഇരുന്നു ഈ സാക്ഷിയെ ഒന്ന് കേൾക്കണം. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, 2011 ഞാൻ മാരേജ് ആയി. പിന്നെ ഫസ്റ്റ് ഇയർ പോയി, സെക്കൻഡ് ഇയർ പോയി, ഞങ്ങൾക്ക് കുഞ്ഞില്ലാതായപ്പോ ഒത്തിരി പേര് ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങി, പാസ്റ്റർ നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് ഒന്നും വന്നില്ലേ? അപ്പൊ ഞാൻ ഓർത്തു, ഗുഡ് ന്യൂസ് എനിക്ക് ഒന്നേ അറിയത്തുള്ളൂ, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സേവിയർ ഓഫ് ദ വേൾഡ്. ഞാൻ പറഞ്ഞു, ഓൾറെഡി ഗുഡ് ന്യൂസ് ദേർ വിത്ത് മീ. പറഞ്ഞു, നോ 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 നോ, കൊച്ചിന്റെ ഗുഡ് ന്യൂസ് എന്താ പറയാത്തത്? ആ ഗുഡ് ന്യൂസ് ഞങ്ങൾക്ക് ഇല്ല. ആ ഗുഡ് ന്യൂസ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നോർത്ത് ഇന്ത്യയില് ആൾക്കാർ ഓർക്കുന്നത് കുഞ്ഞില്ലാത്തവര് ശ്രാപിത്താണ്. ശ്രാപിത്ത് എന്ന് പറഞ്ഞാൽ കാസ്റ്റ് പീപ്പിൾ ആണ്, ശപിക്കപ്പെട്ടവരാണ്. അപ്പോ എൻ്റെ വീട്ടിന്റെ അടുത്ത് താമസിക്കുന്നവരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇവർക്ക് കുഞ്ഞില്ല, ഇവർ ഒത്തിരി മിനിസ്ട്രി ചെയ്യുന്നു, ഒത്തിരി ദൈവം എന്ന് വിളിക്കുന്നു, ഇവർ എന്താ ശപിക്കപ്പെട്ടവരാണ്, ഇവർ എന്തിനാ വേണ്ടിയാണ് ഇങ്ങനെ ഓടി 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 യേശു കർത്താവ് നല്ലവരാണ്, യേശു കർത്താവ് നല്ലവർ. ഇതൊക്കെ എൻ്റെ വൈഫ് കേൾക്കുമ്പോ ഒത്തിരി പുള്ളിക്കാരി വിഷമമായി. തേർഡ് ഇയർ, 3ാം വർഷം പോയി. ആൾക്കാർ ഞങ്ങളെ വീട്ടിൽ പോലും കേട്ടത്തില്ല. ഫ്രണ്ടിൽ, ഞങ്ങളുടെ വീട്ടിന്റെ ജസ്റ്റ് ഫ്രണ്ടിൽ താമസിക്കുന്ന ഒരു മറാഠി ഫാമിലിയാണ്. അവര് ഞങ്ങളെ മുൻപ് അങ്ങനെ കാറി തുപ്പിയിട്ട് പറഞ്ഞു, ഇവിടെ മുൻപ് മുളിക്കരുത്. മോർണിംഗിൽ ഇവരുടെ മുൻപ് മുളിച്ചെങ്കിൽ ഈ ദിവസം നല്ലതായിട്ട് പോകത്തില്ല.
ഇത് കേട്ടപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു എന്നോട്, ഞാൻ ഇനി മിനിസ്ട്രിയിൽ വരത്തില്ല, ഞാൻ നിങ്ങളോട് കൂടെ ഞാൻ മിനിസ്ട്രിയിൽ വരത്തില്ല, എനിക്ക് കുഞ്ഞില്ല, ആൾക്കാർ ഇത്തിരി വിഷമിക്കുന്നുണ്ട്, എവിടെ പോയാൽ അതാണ് സബ്ജക്റ്റ് അവർ ചോദിക്കുന്നത്, എന്റെ കാരണം നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഒരു പ്രോബ്ലം വരരുത്, നിങ്ങൾ പോയിക്കോ, ഞാൻ വരത്തില്ല. അങ്ങനെ എൻ്റെ വൈഫ് ബാക്ക് സൈഡ് ആകാൻ തുടങ്ങി. 2011 തൊട്ട് 2016 വരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ചാലഞ്ചിങ് പീരീഡ്സ് ആണ്. 2016 ഒത്തിരി പാസ്റ്റർമാരങ്ങ് വരും, അവർ ഭവിഷ്യവാണി പറയും, പ്രോപ്പസി പറയും, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു കുഞ്ഞ് തരാൻ പോകുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷത്തിൽ തന്നെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു, വിശ്വസിക്കുക. ഇങ്ങനെ പറയുമ്പോ നമുക്ക് ഓർക്കും ദൈവം ഇപ്പോൾ തന്നെ തരുമെന്ന്. എന്നാൽ ആ സമയത്തിൽ പിന്നെയും കാണത്തില്ല. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ഒരു ഡിസ്കറേജ്മെന്റ് തുടങ്ങി. എൻ്റെ വൈഫ് ഡിസ്കറേജ് ആയി, ഞാൻ ഡിസ്കറേജ് ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2016 September 9 my wife got severe pain in her stomach. വലിയ വേദനയായിരുന്നു, പുള്ളിക്കാരി അങ്ങ് തുടിക്കുകയായിരുന്നു. ഞാനപ്പോ അടുത്തുള്ള 2 മലയാളി പാസ്റ്റേഴ്സിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, ആ വേദന നിൽക്കുന്നില്ല, വേദന കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ പുള്ളിക്കാരി അങ്ങ് മയങ്ങി കടന്നതുപോലെ കടന്നു. പിന്നെ അന്ന് സൺഡേ തീർത്തപ്പോ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് 3-4 ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അഡ്മിറ്റ് ഇരിക്കുമ്പോൾ അവിടെ ചെക്കപ്പ് നടക്കുകയായിരുന്നു. ചെക്കപ്പില് 4ാമത്തെ ദിവസം അറിയുന്നു, she has cancer in her womb. ഓവറിയിൽ ക്യാൻസർ ആണ്. ആ ക്യാൻസർ ഓവറിയിൽ മാത്രമല്ല, ഇറ്റ് ഹാസ് സ്പ്രെഡ് ഓൾ റൗണ്ട് ദ ബോഡി. ഇനി സ്ഥലമില്ല, എല്ലാ സ്ഥലത്തിലും ക്യാൻസർ ആണ്. മീൻസ് there is no way to escape. അപ്പോ ഡോക്ടറോട് ചോദിച്ചു, എന്ത് ചെയ്യണം നമ്മൾ? ഡോക്ടർ പറഞ്ഞു, she can live ഒരു 20 days ജീവിക്കാൻ പറ്റും, 20 ദിവസം ജീവിക്കും. അതിനുള്ളിൽ എന്ത് ചോദിക്കുന്നോ കൊടുത്തു, എന്ത് ആഗ്രഹിക്കുന്നോ കൊടുത്തു, നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ എവിടെ ഞാൻ നിന്നോ അവിടെ തന്നെ നീൽ ഡൗൺ ആയി ദൈവത്തോട് 2 കൈനത്തി ഉയർത്തി ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ, വിശ്വാസ പടകിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നത്. ഈ സമയത്തിൽ എൻ്റെ കൃപ എനിക്ക് വേണം. കരഞ്ഞു. എൻ്റെ ബിലീവേഴ്സ് ഒക്കെ അവിടെ വന്ന് നോക്കായിരുന്നു. അവരെല്ലാം ചേർന്ന് എന്നോട് കരയുക. ഓ, ക്യാൻസർ ആയോ. എല്ലാരും പേടിച്ചു. ലങ്സിൽ ഫുള്ളായിട്ട് വെള്ളം കയറി. ലങ്സിൽ വെള്ളം കയറിയത് കൊണ്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ പറയാം, she was not able to breathe well under the oxygen. They told anytime they have to put her in the ventilator. You keep money ready. We cannot operate now because it is already spread everywhere. We do not do anything. We will do chemo or something like that. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയെല്ലാം കേട്ടു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് anyhow I have taken her to Vellore CMC. സീരിയസ് കണ്ടീഷനിൽ എല്ലാ പാസ്റ്ററിനും അറിയാം. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഛത്തീസ്ഗഡിൽ എല്ലാവരും പ്രാർത്ഥിച്ചു. കൊണ്ട് വെല്ലൂരിലാക്കിയപ്പോ അവിടുത്തെ ഡോക്ടർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, we will treat you, don't worry, you go out, we will treat. എനിക്ക് അവിടെ പോയപ്പോൾ ഒത്തിരി പ്രാർത്ഥന സപ്പോർട്ട് കിട്ടുകയായിരുന്നു. ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ വൈഫിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ അവിടെ ഫുഡ് കഴിക്കാതെ ഓൺലി പ്രയർ, ലോർഡ് യു ഗിവ് ഹർ ലൈഫ്. പുള്ളിക്കാരി എങ്ങനെ ചിരിച്ചിട്ട് മിനിസ്ട്രിയിലോട്ട് വന്നല്ലോ, അങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ, മീൻസ് വിത്ത് സ്മൈലിംഗ് ഫേസ് ഹി ഹാസ് കം ടു ദ മിനിസ്ട്രി, വിത്ത് സ്മൈലിംഗ് ഫേസ് ഹി ഹാസ് ടു ഗോ ടു ഹർ ഹോം. ദാറ്റ് വേ യു മേക്ക് സം മിറാക്കിൾ ലോർഡ്. ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന കർത്താവാണ്. ഓൺ സെക്കൻഡ് വീക്ക് ഇറ്റ്സെൽഫ് വെല്ലൂർ കൊണ്ടുപോയിട്ട് ആയിക്കട്ടെ, സെക്കൻഡ് വീക്കില് സെക്കൻഡ് റിപ്പോർട്ടില്, ഫസ്റ്റ് റിപ്പോർട്ട് ക്യാൻസർ അവിടെ വന്നു. സെക്കൻഡ് റിപ്പോർട്ടില് ഇറ്റ് ഈസ് ഓൺലി ഇൻഫെക്ഷൻ, ദർ ഇസ് നോ ക്യാൻസർ സെൽ അവൈലബിൾ ഇൻ ദിസ് പസ്.
ആ ഓവറിയിൽ ക്യാൻസർ ആയിരുന്ന സ്ഥലത്തിലൊക്കെ ഒരു ഇൻഫെക്ഷൻ മാത്രമാണ്. ആ പസ്സൊക്കെ ക്യാൻസർ സെൽ അല്ല, ദാറ്റ് ഈസ് എ ഇൻഫെക്ഷൻ സെൽ. ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ആൾ, വി കൻ ഓപ്പറേറ്റ് എന്ന് പറഞ്ഞു. ദൈവം അത്രയും വലിയ ഒരു കാര്യം ദൈവം ചെയ്തു. വാട്ട് എ ഗ്രേറ്റ് മിറാക്കിളിംഗ് വർക്കിംഗ് ഗാഡ്. ഡോക്ടർ പോലും, ഡോക്ടർ ആബ്രഹാം സർപ്രൈസ് ആയി. In oncology report, oncological department, you are the only patient came as a cancer and go as a infection person. She was admitted in the oncological department. Dr. Abraham is Malayalian. പുള്ളിക്കാരൻ സർപ്രൈസ് ആയിട്ട് പറഞ്ഞു, you came as a cancer patient, going as a infection patient, only infection. Then they have operated from here to here. They operated, removed 5 liter of pus. പളുപ്പ് 5 ലിറ്റർ പളുപ്പ് എടുത്തു. ഓവറി റിമൂവ് ചെയ്തു. ഓവറി റിമൂവ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി കുഞ്ഞു ഉണ്ടാകത്തില്ല. ഞങ്ങൾ 2 ഓവറി എടുത്തു. നിങ്ങൾ ഏതെങ്കിലും അഡാപ്റ്റ് ചെയ്തു, ഇതിൽ സിഗ്നേച്ചർ ചെയ്തു. ഞാൻ സിഗ്നേച്ചർ ചെയ്ത് കൊടുത്തു. ജീവിതം, പുള്ളിക്കാരുടെ ജീവിതം എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് സിഗ്നേച്ചർ ചെയ്ത് കൊടുത്തു. അവർ ഓവറി റിമൂവ് ചെയ്തു. എനിക്ക് കാണിച്ച്, ഇതാണ് 2 ഓവറി. രണ്ടും വലിയ ഒരു എന്താ തേങ്ങ പോലെ ഇരിക്കുക, 2 തേങ്ങാക്കളെ പോലെ അവിടെ ഇരിക്കുക. ആൻഡ് പസ്, എവറിത്തിങ് ഈസ് റിമൂവ്ഡ്. ബട്ട് സ്റ്റിൽ she has to be very careful because the infection all is not removed. Take her to home after 2 months. They told, take her, treat her in nearby hospital. ഞാൻ കിംസ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്തിൽ കൊണ്ടുവന്നു. അവിടെ 1 മാസം ട്രീറ്റ്മെന്റ് ആയി. പിന്നെയും ഒരു ഓപ്പറേഷൻ ചെയ്തു. എന്ന് പറഞ്ഞാൽ ആദ്യ ഓപ്പറേഷനിലും മൊത്തം പളുപ്പ് എടുത്തായിരുന്നു എന്ന് പറഞ്ഞു, ഓവറി എടുത്താന്ന് പറഞ്ഞു. ഇന്നും ഇപ്പോഴും അകത്ത് പളുപ്പുണ്ട്. പിന്നെയും ഒരു ഓപ്പറേഷൻ. 3 ഓപ്പറേഷൻ ചെയ്തപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ഇനി എനിക്ക് ഓപ്പറേഷൻ വന്നെങ്കിൽ എന്നെ കാണാൻ പറ്റത്തില്ല അച്ഛാ, അത്ര വേദന എനിക്കായി. എനിക്ക് വേണ്ടി ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഓപ്പറേഷൻ ഇല്ലാതെ ഒരു ജീവിതം ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എത്ര ഓപ്പറേഷൻ വന്നിട്ടുണ്ടോ, എത്ര വേദന വന്നിട്ടുണ്ടോ, അത്രയും ആനന്ദം, അത്രയും ജോയ് ദൈവം നമുക്ക് തരാൻ പോകുന്നു. ഞാൻ എൻകറേജ് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ she was taken back to her home. 80 കിലോമീറ്റർ ആണ് ഞങ്ങളുടെ വീടും ട്രിവാൻഡ്രം ഹോസ്പിറ്റലും. ഞങ്ങൾ വീട്ടിലോട്ട് വന്നപ്പോൾ എന്റെ മദറില പറഞ്ഞു, നിങ്ങൾക്ക് ഇനി കുഞ്ഞു ഉണ്ടാകത്തില്ലല്ലോ. സ്വീറ്റി നല്ലതായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കുഞ്ഞു അഡോപ്റ്റ് ചെയ്തോ. മദർ തെരേസ ജൂല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, തൊട്ടിൽ, മദർ തെരേസ തൊട്ടിൽ അവിടെ ട്രിവാൻഡ്രത്തിൽ ഉണ്ടല്ലോ, നിങ്ങൾ അവിടെ പോയി എടുത്തോ. ഞാൻ ട്രിവാൻഡ്രത്തിലോട്ട് വന്നു. ടർക്കി വാങ്ങിച്ചു, പാൽക്കുപ്പി വാങ്ങിച്ചു, എല്ലാം റെഡിയായി. അവിടെ പോയതും ഞാൻ ഓർത്തുകൊണ്ട് പോകുമായിരുന്നു. പോയതും ഒരു കൊച്ചു തരും, ഞങ്ങൾ എടുത്തുകൊണ്ടുവരാം. അവിടെ പോയപ്പോൾ തന്നെ എൻട്രൻസ് തന്നെ ഞാൻ കുഞ്ഞു കൊച്ചുകളുടെ കരച്ചൽ കേട്ടു. ഐ വാസ് വെരി ഹാപ്പി. ദൈവമേ, എനിക്കിപ്പോ ഒരു കൊച്ചു കിട്ടാൻ പോകുന്നുണ്ടല്ലോ. ഐ വാസ് വെരി ഹാപ്പി. അകത്ത് പോയപ്പോൾ അവിടെ ഒരു നണ്ണ് എഴുതുകയായിരുന്നു, പേരൊക്കെ എഴുതുകയായിരുന്നു. She asked me, what is your name? എന്റെ പേരെന്താ? ഞാൻ പേര് പറഞ്ഞു, ജബാസിന്റെ വൈഫിന്റെ പേര് പറഞ്ഞു, സ്ഥലം പറഞ്ഞു, ഏജ് പറഞ്ഞു, എന്താ ജോലി ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, I am working as a missionary pastor. Then she stopped writing. She looked at me. അങ്ങനെ നോക്കുന്നു. അത് പറഞ്ഞു. അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെ കുനിയുക, നോക്കുക. ഒന്നും എഴുതുന്നില്ല. ഞാൻ പുള്ളിക്കാരെ നോക്കുമ്പോ പുള്ളിക്കാരൻ താളെ ഇടുക. ഞാൻ പുള്ളിക്കാരൻ നോക്കാതിരിക്കുന്നപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കുക. എനിക്ക് മനസ്സിലായില്ല. She stopped writing. പിന്നെ ലോങ് ബ്രീത്ത് എടുത്തിട്ട് പറയുന്നു,
നിങ്ങൾക്ക് ഇങ്ങോടെ കൊച്ചു കിട്ടത്തില്ല, നിങ്ങൾ പോയിക്കോ, ദൈവം നിങ്ങളുടെ കർത്താവ് തരും, നിങ്ങൾ പോയിക്കോ. ഞാൻ അവിടെ ഭയങ്കര ആംഗ്രിയായി, എന്റെ ഹൃദയത്തിൽ ഭയങ്കര ദേഷ്യം. ഓൺലി സി ഹാസ് ടു റൈറ്റ് ആൻഡ് ഗീവ് എ ചൈൽഡ്. എഴുതിയിട്ട് ഒരു കൊച്ചല്ലേ തരണം. പുള്ളിക്കാർ എന്താ അങ്ങനെ പറയുന്നു? ഇങ്ങനെ പുള്ളിക്കാരിങ്ങനെ നോക്കി, പുള്ളിക്കാരിങ്ങനെ പേപ്പർ കിളിച്ചു അങ്ങിട്ടിട്ട് പുള്ളിക്കാരൻ കത്തുപോയി. ഞാൻ പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നു. ഓൺലി പീപ്പിൾ ദോസ് ഹു രജിസ്റ്റർ ദെയർ നെയിം ദേ കൻ ഗെറ്റ്, ഐ കനോട്ട് ഗെറ്റ് ചൈൽഡ്. എനിക്ക് ഇനി കൊച്ചു കിട്ടാൻ ചാൻസ് ഇല്ല. ഞാൻ കരച്ചിലോട് തിരിച്ചു വരികയായിരുന്നു. അറൌണ്ട് 40 കിലോമീറ്റർ കരയായിരുന്നു. കരഞ്ഞു വരുന്ന, എന്ത് ദൈവമേ, മിനിസ്ട്രിയിൽ പ്രോബ്ലം, ഫാമിലിയിൽ കുഞ്ഞില്ല, കുഞ്ഞ് കിട്ടാനുള്ള തരത്തിലെന്ന് പറയുന്നു. ഞാൻ എന്ത് ചെയ്യും? 40 കിലോമീറ്റർ താണ്ടിയ ശേഷം, മീൻസ് വന്ന ശേഷം എനിക്കൊരു ശബ്ദം കേൾക്കുന്നുണ്ട് കാതില്. നീയല്ലോ ജബാസ്റ്റ്യൻ, ഇത്ര ദിവസം ആബ്രഹാമിന്റെ ദൈവം നല്ലവനാണ്, ഈസാക്കിന്റെ ദൈവം നല്ലവനാണ് എന്ന് പ്രസംഗിച്ചു. നിനക്ക് വിശ്വാസിയും കളിയുണ്ടോ? എന്നോട് ആരോ ചോദിക്കുകയായിരുന്നു. ഞാൻ കണ്ണെ മൂടി, ഇറുക്ക മൂടി, ആ ദൈവമേ, നീ ആബ്രഹാമിന്റെ ദൈവമാണ്, ഈസഹാക്കിന്റെ ദൈവമാണ്, അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. എന്നാൽ അവർക്കൊക്കെ ഓവറി ഉണ്ടായിരുന്നു, എന്റെ വൈഫിന് ഓവറി ഇല്ല. ദൈവം പറഞ്ഞു, സ്റ്റിൽ I am faithful God. Still I am faithful God. Still I am miracle working God. എനിക്ക് ദൈവമേ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത്ര വലിയ വിശ്വാസം എനിക്കില്ല. വന്നിട്ട് 6 മാസം കഴിഞ്ഞപ്പോ എന്റെ വൈഫിന് അഗൈൻ ബ്ലീഡിങ് സ്റ്റാർട്ടായി. അപ്പോ എല്ലാരും പറഞ്ഞു, പഴയ രോഗം പിന്നെയും പിടിച്ചെന്ന് തോന്നുന്നു, ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോയിക്കോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, വാട്ട് ഈസ് ദാറ്റ്? എന്തോ ഒരു ഓവറി പോലെ ചെറിയ ഒരു സ്ഥലം, ടിഷ്യൂ കാണുന്നു. ഓവറിന്റെ സ്ഥലത്തിൽ ഒരു ടിഷ്യൂ കാണുന്നുണ്ട്. അതില് 3% എഗ് വരുന്നുണ്ട്. ആ 3% എഗ് ഉണ്ടായാൽ അവിടെ കൊച്ചുണ്ടാകത്തില്ല, ജസ്റ്റ് യു വിൽ ഗെറ്റ് എ ബ്ലീഡിങ്. ദൈവം എത്രയും അത്ഭുതം ചെയ്യുന്നു എന്ന് അവർ പറഞ്ഞു, കൊച്ചുണ്ടാകത്തില്ല. പിന്നെ ഞങ്ങൾ വിഷമിച്ച് തിരിച്ചു വന്നു. എന്നാൽ ഏതെങ്കിലും പ്രോബ്ലം ആയാൽ ഓടി വന്നോ, ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യാം, എന്നാൽ കൊച്ചുണ്ടാകത്തില്ല. ആഫ്റ്റർ 1.5 years my wife conceived miraculously. In the corona time, April 19, I received a miracle son. His name is Joshua. I want to show you my miraculous son. This is my miracle son. Now he is 5 years old. ദൈവത്തിന് വളരെ നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനയെന്ന് വേണ്ടി വളരെ നന്ദി. കുഞ്ഞില്ലാതിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ദൈവം എത്രയും കഷ്ടത്തിൽ നമ്മൾ അയച്ചാലും അത്രയും വലിയ സുഖം, അത്രയും വലിയ മിറാക്കിൾ നമ്മുടെ ജീവിതത്തിൽ തന്നു. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പേർക്ക് വേണ്ടി സാക്ഷി പറയാൻ നമ്മളെ യോഗ്യരായിട്ട് മാറ്റും. ആമേൻ. താങ്ക് യു. ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞ് തീരാ മുൻപ് ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ കരച്ചൽ എത്ര ഉണ്ടോ അത്രയും വലിയ ആനന്ദം ദൈവം തരും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് when my son is 4 years old, 4 വയസ്സാവുമ്പോ എന്റെ ഒരു വിശ്വാസി ഫോൺ ചെയ്ത് പറയുക, ഒരു ഹോസ്പിറ്റലിൽ ഒരു കൊച്ചിനെ മമ്മി ഇട്ടിട്ട് പോയിരിക്കുക, വേണ്ടാന്ന് പറഞ്ഞു പോയിരിക്കുക. ആ കൊച്ചിന് നമ്മുടെ ചർച്ചിൽ ആർക്കെങ്കിലും കൊടുത്തേ. അപ്പൊ അങ്ങനെ ഞങ്ങൾ തിരക്കി നടക്കുമ്പോ ഒന്നും കിട്ടിയില്ല. ഇപ്പൊ കൊച്ചിനെ കൊണ്ടുതരിക, നിങ്ങൾ ആർക്ക് കൊടുത്തേ? ഞാൻ ഒത്തിരി പേർക്ക് ഫോൺ വിളിക്കുക, നിങ്ങൾക്ക് കൊച്ചു വേണോ, അവിടെ ഒരു ഹോസ്പിറ്റലിൽ കുഞ്ഞു കിടക്കുന്നുണ്ട്. അവര് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഓർത്തിട്ടില്ല ഇതുവരെയും കുഞ്ഞിന് വേണ്ടി. അപ്പൊ എന്റെ വൈഫ് പറയുകയായിരുന്നു, നമ്മൾ ഒരു ദിവസം കുഞ്ഞിന് വേണ്ടി എത്രയും കറങ്ങി നടക്കുകയായിരുന്നല്ലോ. അങ്ങനെ കുഞ്ഞ് നമുക്ക് അവർ എഴുതി തരികയാണെങ്കിൽ, ലീഗലി എല്ലാ ഫോമും ചെയ്തു തരികയാണെങ്കിൽ നമ്മൾ ആ കൊച്ചിനെ എടുക്കാൻ എന്താ ബുദ്ധിമുട്ട്, എടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കും അത് ആഗ്രഹമാണ്, നമ്മൾ ആ കൊച്ചിനെ അഡാപ്റ്റ് ചെയ്യാൻ. അങ്ങനെ ആ ഒരു കൊച്ച് 12 ദിവസമായ കൊച്ച് അവര് എഴുതി തന്ന്
അവിടെ മമ്മി അവനെ വിളിച്ച് എളി തന്ന് ഈ കൊച്ചു നിങ്ങൾ വച്ചോന്ന് തന്നു. അങ്ങനെ ദൈവം എനിക്ക് ഒരു മോനെയും ഒരു മോളെയും തന്നിരിക്കുക. എന്നാൽ ദൈവം ഞങ്ങൾക്ക് ചെയ്ത മിറാക്കിൾ എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം കുഞ്ഞില്ലാതെ അവിടെ കറങ്ങിയായിരുന്നല്ലോ, ആ കറക്കത്തിനും ഒരു കുഞ്ഞ് തന്നു. നിങ്ങളുടെ സ്വന്തം പുത്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് തന്നു. ഇങ്ങനെ ദൈവം ഞങ്ങളുടെ മിനിസ്ട്രിയില് ഒരു വലിയ അത്ഭുതം ചെയ്തു. അതിനുശേഷം എത്ര പേർ കുഞ്ഞില്ലാതെ വരുന്നുണ്ടോ അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കും. 12 വർഷമായ ഒരു കുഞ്ഞില്ലാത്തവർ പെട്ടെന്ന് കൺസീവായി. 4 വർഷം കുഞ്ഞില്ലാത്തവർ കൺസീവായി. 5 വർഷം കുഞ്ഞില്ലാത്തവർ കൺസീവായി. എന്ത് എന്ന് പറഞ്ഞാൽ, ഈ സാക്ഷി കേട്ടപ്പോൾ അവിടെ വിശ്വാസം അങ്ങ് കൂടി. വിശ്വാസം കർത്താവിൽ കൂടുമ്പോൾ അത്ഭുതം നടക്കാൻ തുടങ്ങി. ഇതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ഫാമിലി ആയിരുന്നു കേൾക്കാൻ പറഞ്ഞല്ലോ. നിങ്ങളുടെ പിതാക്കളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു വലിയ അനുഗ്രഹമാണ്. അതുപോലെ നിങ്ങൾ മറ്റവർക്ക് ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സാക്ഷികളെ മറ്റവർക്ക് പകർന്നു കൊടുക്കുക. കൊച്ചില്ലാത്തവർക്ക് ഈ സാക്ഷികളെ ഷെയർ ചെയ്യുക. ഈ സാക്ഷികൾ അവർ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ട് അനുഗ്രഹം ഉണ്ടാകും. തീർച്ചയായിട്ട് they will be miraculously conceive a baby in their womb. ഞാൻ ഈ 2 സാക്ഷികൾ, ഒന്ന് മിനിസ്ട്രീന്റെ സാക്ഷി പറഞ്ഞു, രണ്ടാമത് സെക്കൻഡ്ലി ഐ ഹാവ് ഷെയർഡ് അബൌട്ട് മൈ ഫാമിലീസ് വിറ്റ്നസ്. ഈ 2 സാക്ഷികളുമാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വലിയ വലിയ സ്ഥലങ്ങളിൽ പോയി മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം എന്നെ പറപ്പിക്കുന്ന ചിറകുകളായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുപോലെ ഒത്തിരി സാക്ഷികളുണ്ട്. എന്നാൽ ഈ both wings are a mighty wings for me to fly many places and do the ministry. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര സാക്ഷി ഉണ്ടോ അത്രയും ഉയരത്തിൽ നിങ്ങൾ പറന്നുപോയി ഒത്തിരി പേർക്ക് പറയാൻ പറ്റും. ദൈവം നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കാൻ പോകുക. ചിലപ്പോൾ ചില പാസ്റ്റേഴ്സ് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഇതുവരെയും ഒരു മൂവ്മെന്റ് ഇല്ലെങ്കിൽ ഈ മൂവ്മെന്റ് ഉണ്ടാക്കാനാണ് ചില സാക്ഷികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. ചിലപ്പോൾ പുതുതായിട്ട് മിനിസ്ട്രിയിൽ ഇറങ്ങിയ ബ്രദേഴ്സ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, എങ്ങനെ കർത്താവേ നീയാണ് എന്നെ അയച്ചത്, ഇവിടെ എനിക്ക് വിജയം കിട്ടുമോ, will I get a victory in this place? ഞാൻ പറയട്ടെ, through my testimony I can say, where God has taken you, he will not cheat you. ദൈവം തീർച്ചയായിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കും. നെഹെമ്യ കരഞ്ഞപ്പോ രാജാക്കളുടെ ഹൃദയത്തെ ദൈവം തുറന്നല്ലോ. The book of Nehemiah 1:5 says he cried and we wept and mourned before God. ഹൃദയം തുറന്നു. ദൈവം രാജാക്കളുടെ ഹൃദയം തുറന്നു. എത്ര വർഷങ്ങളായിട്ടും ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യത്തെ only 52 days, 52 ദിവസങ്ങളുടെ അകത്ത് ദൈവം ചെയ്തെടുക്കാൻ അവനെ ഒരുക്കി. അതുപോലാണ് ഈ സാക്ഷി കേൾക്കുന്ന ഒവ്വൊരുവരോടും ഞാൻ പറയാം, ഈ സാക്ഷ്യം കേട്ട ശേഷം within a short time you can see a miracle because you trust on a almighty God, a powerful God, a mighty God. ദൈവം നല്ലവനാണ്, എല്ലാവർക്കും നല്ലവനാണ്, നമുക്ക് വേണ്ടി നല്ലവനാണ്. എനിക്ക് മലയാളത്തിൽ വലിയ ഒത്തിരി പാട്ടുകൾ ഇഷ്ടമാണ്. എന്നാൽ ഒരു പാട്ട്, വിശ്വാസ ജീവിത പടകിൽ ഞാൻ, ആ പാട്ട് എനിക്ക് അങ്ങ് ഭയങ്കര, എപ്പോഴൊക്കെ ഞാൻ പാടുന്നു എന്നെ ഭയങ്കര എൻകറേജ് ചെയ്യും. ഞാൻ ആ പാട്ടിന് ഒരു ശരണങ്ങൾ പാടി നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരയിൽ പോകുന്നു ഞാൻ, വിശ്വാസനായകൻ യേശുവൈ നോക്കി വിശ്രമദേശത്തിൽ പോകുന്നു ഞാൻ, വിശ്വാസനായകൻ യേശുവൈ നോക്കി വിശ്രമദേശത്തിൽ പോകുന്നു ഞാൻ, അലയിൽ പടയിൽ അടിച്ചെന്നാലും അല്ല ആളിയും ഒളിയും നിർമ്മിച്ച നാഥൻ അഭയമെനിക്ക് രോഗിയിലുണ്ട്. എത്ര അലകൾ വന്നാലും എത്ര അല്ലലുകൾ വന്നാലും ആളിയും ഊളിയും നിർമ്മിച്ച നാഥൻ
അഭയമായിട്ട് നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ട്. യു ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവം നിങ്ങളുടെ അരികിലുണ്ട്. ലെറ്റ്സ് ക്ലോസ് യുവർ ഐസ്. നമ്മൾ കണ്ണുകൾ അടയ്ക്കാവോ? ആ വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിക്കാവോ? എന്റെ ദൈവം എന്റെ അരികിലുണ്ടെങ്കിൽ, ഗിദിയോൻ പറഞ്ഞതുപോലെ, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇതൊക്കെ എന്തിനാ, ഇത്രയും വലിയ പ്രോബ്ലം എന്തിനാ എന്ന് ചോദിക്കുന്ന നിങ്ങളോട് ദൈവം പറയുന്നു, ഈ പ്രോബ്ലത്തോടാണ് നിന്നെ ഞാൻ സാക്ഷിയായിട്ട്, വലിയ ഒരു വിറ്റ്നസ് ആയിട്ട് ഒത്തിരി സ്ഥലങ്ങൾ നടത്താൻ പോകുന്നു. അതുകൊണ്ട് നീ പേടിക്കണ്ട, നീ പേടിക്കണ്ട, ഞാൻ എന്നോട് കൂടെ ഉണ്ട്. കർത്താവേ, എല്ലാ അവസരത്തിന് വേണ്ടി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നീ എത്ര നല്ലവനെന്ന് എന്നിട്ട് ഞങ്ങളൊക്കെ അറിയുന്നുണ്ടാ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ മിറാക്കിളും, ഞങ്ങളെ നീ സ്നേഹിക്കുന്ന സ്നേഹം എത്രയെന്ന് മറ്റവരോട് പറയാനുള്ളതായിട്ട് മാറുന്നുണ്ട് കർത്താവേ. ഈ സമയത്തിൽ ഈ സാക്ഷിയെ കേട്ടവരോട്, ഈ അരോമ ടിവിയില് വീവർസോട് ദൈവം സംസാരിക്കണത് കർത്താവേ. ആരായിരുന്നാലും എവിടെ ഇരുന്ന് കേട്ടാലും യേശു കർത്താവിന്റെ സ്പർശ ചെയ്യുന്ന കരം, ഹല്ലേലൂയ, വാത്സല്യ ചെയ്യുന്ന കരം ഈ സമയത്തിൽ അവരുടെ മുകളിൽ വയ്ക്കട്ടെ. അവരെ ഒന്ന് സ്പർശിക്കണേ. അവരെ യു ടച്ച് ദം ലോർഡ്, യു ഡു മിറാക്കിൾ ഇൻ ദെയർ ലൈഫ് ജീസസ്. മാരേജ് ആകാതിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി കിട്ടാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മിനിസ്ട്രിയില് ഒരു വളർച്ചയില്ലാതെ ഏറ്റവും ബുദ്ധിമുട്ടോട് ജീവിക്കുന്ന പാസ്റ്റേഴ്സ് വേണ്ടി, മിനിസ്റ്റേഴ്സ് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം അവിടെ ചലിക്കട്ടെ, ഇപ്പോൾ തന്നെ ചലിക്കട്ടെ. ഈ പ്രാർത്ഥനയുടെ കൂടെ ദൈവത്തിന്റെ അത്ഭുതം നടക്കുന്നതായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ലോർഡ്, വി താങ്ക് യു. I thank you. Hallelujah. Oh Jesus. God is prophecy. With the prophecy he is telling to you. As a prophecy he is telling to you, if you hear this testimony, you are going to see a miracle in your life. A miracle of deliverance. A miracle of mighty power of God. Lord, we thank you. We thank you. ഞങ്ങളെ അങ്ങനെ സ്നേഹിച്ചതിനായി സ്തോത്രം. പാസ്റ്റർ ഡാനിയലിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. ഇത്രയും സമയം എടുത്തു പരമേശ്വർ ദൈവമേ ഈ ടെസ്റ്റിമണി അങ്ങോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ. ഈ കഷ്ടത്തിന് വേണ്ടി, ഈ പാടുകളിന് വേണ്ടി ദൈവം പ്രതിഫലമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഫാമിലിയായിട്ട് നിന്റെ കരത്തിൽ തരുന്നു. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവദാസൻ പാസ്റ്റർ ഡി ജബാസ്റ്റ്യൻ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മലയാളം ഭാഷ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാനുള്ളതായ ആ ഒരു പ്രാവീണ്യം ഇല്ല എന്ന് പറഞ്ഞുവെങ്കിലും നല്ല മലയാളം നല്ല രീതിയിൽ പറയുവാൻ കർത്താവ് സഹായിച്ചു. പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അറിയാവുന്ന ആ ഒരു ഭാഷ നമുക്ക് വളരെയേറെ വേഗത്തിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ കഴിയും. എന്നാൽ മറ്റൊരു ഭാഷ, മാതൃഭാഷ അല്ലാത്തൊരു ഭാഷ, അത് വേണ്ടതുപോലെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ജീവിതത്തിലെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നന്നായി പറയുവാൻ കർത്താവിൻ്റെ ദാസന് ശ്രമിച്ചു. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. അതുപോലെ തന്നെ ജീവിതത്തിലെ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, അത്ഭുത സാക്ഷ്യം എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും അനേക പ്രിയപ്പെട്ടവർക്ക് ദൈവദാസൻ്റെ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. പ്രത്യാശയ്ക്കും വിശ്വാസത്തിനും
മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമായി കർത്താവ് നാം എല്ലാവരും മാനിച്ചാതിരിക്കട്ടെ. ഇത്രത്തോളം സമയം നാം അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നത് പോലെ തുടർന്നും ഈ വാത്സല്യ കുടുംബത്തെ നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് നാം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം നമുക്ക് വീണ്ടും കാണാം, കേൾക്കാം. അതുവരെയും നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. അതുപോലെ തന്നെ ഈ സാക്ഷ്യത്തെക്കുറിച്ചുള്ള വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.